ഒരു ചെറിയ ഗുരുവായൂർ യാത്രയും ചെറിയൊരു അനുഭവവും ഒരു കുടുംബത്തിനുണ്ടായിട്ടുള്ള സന്തോഷം തോന്നി കേട്ടപ്പോൾ. ഇത്രയും നല്ല മനസ്സോടെയാണല്ലോ ഗുരുവായൂർ പോകുന്നത് എന്നും കണ്ണനെ എത്ര ഇഷ്ടപ്പെട്ട് വാങ്ങുകയാണല്ലോ എന്നുള്ളതൊക്കെ പെട്ടെന്ന് വായിച്ചാലോ. ഞങ്ങൾ 3-4 മാസം കൂടുമ്പോൾ ഗുരുവായൂരിൽ പോകാറുണ്ട്, ഞാനും മോളും ഭാര്യയും. അങ്ങനെ മോളൊരു ഭണ്ഡാരം വാങ്ങി. അത് നിറഞ്ഞാൽ ഗുരുവായൂരിൽ 2 ദിവസം നിൽക്കണം, ഒരു കൃഷ്ണനെ വാങ്ങണമെന്ന് പറഞ്ഞു. അങ്ങനെ ഭണ്ഡാരം പൊളിച്ചു. ഞങ്ങൾ പോകാൻ തീരുമാനിച്ചു. അങ്ങനെ ഞങ്ങളും 2 ഫാമിലിയും പോകാനാണ് തീരുമാനിച്ചത്. റൂമൊക്കെ ബുക്ക് ചെയ്തിരുന്നു. ഞങ്ങൾ വെള്ളിയാഴ്ച പുറപ്പെടാൻ തീരുമാനിച്ചു. അപ്പോൾ അവർ രാത്രി വിളിച്ചു പറഞ്ഞു, ഞങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, ഞങ്ങൾ വരുന്നില്ല, നമുക്ക് പിന്നൊരു ദിവസം പോയാലോ എന്ന്. ഞങ്ങൾ പറഞ്ഞു, എന്തായാലും പോകാൻ തീരുമാനിച്ചല്ലേ, ഞങ്ങൾ പോയി വരട്ടെ. അങ്ങനെ റൂമെടുത്തു. അവിടുന്ന് കുളിച്ച് 4 മണിക്ക് നമ്മൾ ഗുരുവായൂരിൽ ക്യൂവിൽ നിൽക്കാൻ തുടങ്ങി. ക്യൂവിൽ നിന്ന് 4 മണി, 5-5:30 മണി, അങ്ങനെ നമ്മൾ പടിഞ്ഞാറേ നടയിലെത്തി. അങ്ങനെ കൃഷ്ണനെയൊക്കെ കണ്ടു. അങ്ങനെ പടിഞ്ഞാറേ നടയിലൂടെ നടക്കുകയാണ്. പിന്നെ അപ്പോൾ അവിടുന്ന് ഒരു ഷോപ്പിൽ ഒരു കൃഷ്ണനെ കണ്ടു. മകളും ഭാര്യയും കുറേ നോക്കി. നമുക്കത് വാങ്ങണം കേട്ടോ എന്ന് പറഞ്ഞു. ഞങ്ങൾ കണ്ണൂരാണ്, അപ്പോൾ തിരിച്ചു കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടാണ്, അതുകൊണ്ട് നമുക്ക് പറശ്ശിനി കടവിൽ നിന്ന് വാങ്ങാമെന്ന് വിചാരിച്ചു. അങ്ങനെ 9 മണിയാകുമ്പോൾ നമ്മൾ വീണ്ടും ഉള്ളിൽ കയറി. നമ്മൾ കുറേ പ്രാർത്ഥിച്ചു. ശിവേലിയൊക്കെ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങാൻ പോവുകയാണ്. അങ്ങനെ പെട്ടെന്ന് അവിടുന്ന് ഒരു തിരുമേനി വിളിക്കുന്നു. നമുക്കൊരു കവർ തന്നു. എന്തോ പ്രസാദമാണ്, കഴിക്കേണ്ട എന്ന്. അങ്ങനെ പുറത്തിറങ്ങി നോക്കി. അപ്പോഴാണ് കൃഷ്ണന് ചാർത്തിയ താമര പഴം എന്തൊക്കെയാണ് നമുക്ക് കവറിൽ തന്നത്. അപ്പോഴേക്കും പിന്നെ ഭാര്യ പറഞ്ഞു, എങ്ങനെയാ കണ്ണൻ ഇങ്ങനെ ഒരു പ്രസാദം തന്നിട്ട് നമ്മൾ കൃഷ്ണനെ വാങ്ങാതെ ഇവിടുന്ന് പോവുക. അങ്ങനെ ഞങ്ങൾ ഷോപ്പിലേക്ക് പോയി. ഷോപ്പിൽ പോയപ്പോൾ അവിടുന്ന് കണ്ടപ്പോൾ എല്ലാം ഒരുപോലെ തന്നെയുള്ള കൃഷ്ണന്മാരാണ്. ഇതിൽ വ്യത്യാസമുള്ള ഒരു കൃഷ്ണനെ തിരഞ്ഞെടുത്ത് അവർ പറഞ്ഞു, എല്ലാം ഒരേ മാതിരിയാണ്, ഒരു സംശയമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു വ്യത്യാസമുള്ള കൃഷ്ണനെ നോക്കി നടക്കുമ്പോൾ ഒരു കൃഷ്ണൻ ഇതാ ചിരിക്കുന്നത് മാതിരി ഉള്ള ഒരു കൃഷ്ണൻ. അവർ നോക്കിയിട്ട് പറഞ്ഞു, ഇതിനൊരു വ്യത്യാസം ഉണ്ടല്ലോ. അങ്ങനെ ആ കൃഷ്ണനെ ഞങ്ങളെ വാങ്ങി. ഞങ്ങളങ്ങനെ ബസ്സിൽ കയറുമ്പോൾ തിരക്കേ ഉണ്ടായിരുന്നില്ല. അവിടുന്ന് ട്രെയിനിൽ കയറി. ട്രെയിനിലും നല്ല സൗകര്യത്തോടെ കൊണ്ടുവരാൻ കഴിഞ്ഞു. അങ്ങനെ ഞങ്ങൾ പോകുമ്പോൾ സ്കൂട്ടറിലാണ് പോകുന്നത്. സ്കൂട്ടർ സ്റ്റേഷനിൽ വെച്ചിട്ടാണ് നമ്മൾ ട്രെയിൻ കയറിയത്. ട്രെയിന് നാട്ടിലെത്താനാവുമ്പോൾ നല്ല മഴ പെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ വളരെ ഭയന്നു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൃഷ്ണൻ്റെ വിഗ്രഹം പൊടിഞ്ഞു പോവുമോ, വീട്ടിലെത്താൻ പറ്റുമോ. അങ്ങനെ ഞങ്ങൾ സ്റ്റേഷനിൽ ഇറങ്ങി ബൈക്ക് എടുക്കാൻ നോക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്, മഴയേ ഇല്ല. മഴ എങ്ങോട്ടാണ് പോയതെന്ന് അറിയില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സന്തോഷത്തിന് വേറെ എന്തെങ്കിലും കാരണം വേണോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കൃഷ്ണാനുഭവങ്ങൾ ഉണ്ടാവുമല്ലേ. എന്തൊരു രസമാണ്, എന്തൊരു സന്തോഷമാണ് നിങ്ങളോട് പറയാനും. അപ്പോൾ ഇതെല്ലാവരിലേക്ക് എത്തിക്കുക. യൂട്യൂബിൽ ജോയിൻ ബട്ടണിലൂടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ ചേരാം. പിന്നെ കൃഷ്ണ വിഗ്രഹവും വാങ്ങേണ്ടവർക്ക് യൂട്യൂബിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വാങ്ങുകയും ചെയ്യാം. വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഈ ഫോൺ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ നമ്മൾ അയച്ചു തരുന്നതാണ്. ഹരേ കൃഷ്ണ.